കുഞ്ഞിച്ചാള വറുത്തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. അടിപൊളി ഫുഡായിരുന്നു. ാണ് രാവിലെ നടക്കണമെന്ന് വിചാരിച്ചിട്ട് അത് നടക്കേമില്ല. മനുഷ്യന് അവശതയായി പോയി. അതെങ്ങനെയാണ് വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പറയണ്ടല്ല, മിനിറ്റിനാണ് ഡ്രസ്സ് മാറണത്. അഞ്ചു മിനിറ്റ് ഇരിക്കാം, അതേവരെ ചോറിന്. എന്റെ ഏട്ടായിങ്ങനെ ഫോണും കണ്ടോണ്ടിരിക്കണ. ആ ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം ഒന്നില്ല സിങ്കിലിടാ, അല്ലെങ്കിൽ കഴുകി വെച്ചൂടെ? ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണതേ ആണുങ്ങളല്ല, പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളുടെ ജോലിയാണ്. ഇപ്പൊ ആ പാത്രം തിന്ന പാത്രം കഴുകിട്ടെന്ന് പറഞ്ഞിപ്പോ എന്താണ്? ഒന്നും വരാൻ പോണില്ല. ഈ വീട്ടിലിപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളു. എന്നെ ഒന്ന് സഹായിക്കാനും പറ്റൂല. ഇന്ന് തന്നെ എന്തോരം തുണി ഉണ്ടായിരുന്ന അലക്കാനായിട്ട്. അതൊക്കെ അലക്കിതേ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചയാണ്. ആ തിന്ന പാത്രം പോലും ഒന്നും എടുത്തു നോക്കാൻ പറ്റൂല. ഈ ഭാര്യമാരെന്ന് പറഞ്ഞാലേ അവരുടെ ജോലിയാണ് ഭർത്താക്കന്മാരുടെയും പിള്ളേരുടെയും ഡ്രസ്സും കാര്യങ്ങളും അലക്കിയിടുക, അവർക്ക് ആഹാരം വെച്ചതായി കൊടുക്കുക, അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. ഇതൊക്കെയാണ് ഭാര്യ എന്ന് പറയുന്നത്. പിന്നെ ഭാര്യ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യും, നീ ഇതിന്റെ മുകളിൽ കയറി ഇവിടുത്തെ കാര്യങ്ങളും പണികളെല്ലാം ഞാൻ ചെയ്യാം. മതിയാ? അത് മതിയാ? ഇന്ന് രാവിലെ എന്തായിരുന്നു? രാവിലെ മീൻ കൊണ്ടെന്ന്, അതും ചെറിയ ചാള. അത് നന്നാക്കി തന്നെ എന്റെ പകുതി സമയം പോയി. ഇന്ന് ആ വെയിലത്താണ് ഞാൻ പോയി ഇന്ന് തുണി അലക്കിയത്. അത് കഴിഞ്ഞ് വരുമ്പോ കാണുന്ന കാഴ്ചയാണിത്. എന്നെ ഒന്ന് സഹായിക്കണമെന്നുള്ള ഒരു മനസ്സില്ലേ? ഇതൊന്നും ഇപ്പൊ ചെയ്താൽ എന്ത് പറ്റും? എനിക്ക് പറ്റൂല. ഞങ്ങളുടെ കുടുംബത്തെ ഇങ്ങനെ അടുക്കള പണിയും ഈ കാര്യങ്ങളൊന്നും ആണുങ്ങൾ ചെയ്യാറില്ല. മനസ്സിലായ? ഞാൻ വീട്ടിലെ കുടുംബനാഥനാണ്. മനസ്സിലായി? ഞാനെന്റെ ഇവിടെ പണി ചെയ്യേണ്ടത്. അതൊക്കെ ഭാര്യമാരി പെണ്ണുങ്ങളുടെ പണിയാണ്. എല്ലേ കൊണ്ടേ കഴുകി വെക്ക്. അവളെന്നെ പഠിപ്പിക്കാൻ പണി. ഒന്ന് ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കാൻ പറഞ്ഞതിനാണ്. അതും അവനവൻ തന്നെ കഴിച്ച പാത്രം. അതിപ്പോ കഴുകി വെച്ചാൽ എന്താണ്? പെണ്ണുങ്ങൾ കഴുകിയാലേ പാത്രം വൃത്തിയാവുന്നൊന്നും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല. അവനവൻ കഴിച്ച പാത്രമൊക്കെ അവനവന് കഴുകുക. എല്ലാ ദിവസം ജോലിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടും ആ കാര്യം പറഞ്ഞുകൊണ്ട് പോകും. ഇത് വീട്ടില് വെറുതെ ഇരുന്നിട്ട് പോലും എന്നെ സഹായിക്കണമെന്നുള്ള ആ ചിന്തയില്ല. ഇതെന്താണ് ഇങ്ങനെ പോയെന്നാവും? മാളേ, മാളോ, മാളേ, ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്റെ ഏട്ടായിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ അവിടെ ഒന്ന് എടുത്തു കുടിച്ചൂടെ? എന്നെ വിളിച്ചു കൂടെന്തിനാണ്? എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് വിളിച്ചു പോകാണ്ട് അപ്പുറത്തുള്ള ഷീ വെച്ചാൽ എനിക്ക് വിളിക്കാൻ പറ്റുമോ? ഇത് നല്ല പാട്. ഞാനേ അടുക്കളയിൽ വെറുതെ ഇരിക്കല്ലാന്ന് കറി വെച്ചോണ്ടിരിക്കാണ്. അതിന്റെ ഇടയിലാണ് ആളോയ് ഇത് അത്യാവശ്യം പോലെയാണ് വിളിക്കണത്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കണേന് കൈക്കും കാലിനൊക്കെ ഒരു കുഴപ്പമില്ലല്ലോ. ദൈവം സഹായിച്ച് അവിടെ വന്ന് എടുത്തു പിടിച്ചാൽ ഒന്നും വരാനും പോണില്ല. ഞാനിവിടെ വെറുതെ ഇരിക്കല്ല, ഞാനിത് വായിക്കണായിരുന്നു. ഇന്ന് നാളെ നോക്കിട്ട് ഒരു രക്ഷയില്ല. ഇതിന് നന്നാവാനൊന്നും പോണില്ല. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടെന്ന് പറഞ്ഞ നീ വലിയ ഡയലോഗ് ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട ഭാര്യമാരാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ല. വീട്ടാരെ പറഞ്ഞാ മതി. പോലെ ചവിട്ടിയണ്ട. ഞാനിപ്പ വായിച്ചോണ്ടിരിക്കണ കാലുകൊണ്ട് അങ്ങ് പോയാണ്. അവൻ എടുത്തിട്ടേക്ക്. അതൊന്നും എടുത്തിട്ടൂടെ? എന്റെ കാലുകൊണ്ട് നീ എടുത്തേ. ഞാൻ ചെയ്യണ എന്തിനാണ് ഇതൊക്കെ? എന്റെ പൊന്നോ, ഒരു കാര്യം ചെയ്യരുതട്ടാ. വീട്ടു ജോലി ചെയ്തെന്നുണ്ടേ ആണാണില്ലാതെ അവയൊന്നുമില്ല. അതെ, ആണുങ്ങളുടെ പണിയല്ല. എന്നെ ഒരു ആണുങ്ങൾ എന്തൊക്കെ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ എന്നെ വളർത്തിയാണത്. ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാണ് കേട്ടാ. നീ എടുത്തിട്ട് വലിയ ഡയലോഗ് അടിക്കണ്ട. നീ കയറിപ്പോ നോക്ക്. പഠിപ്പിച്ച എന്റെ ഗുണമാണ് ഇപ്പൊ ഞങ്ങളത് അനുഭവിക്കണത്. പിന്നെ പെണ്ണുങ്ങൾ ചെയ്യണ പണികളെല്ലാം ഞാൻ ചെയ്യാം. അത് മര്യാദ കിട്ടൂല. കളിച്ചാലാ? എന്ത് കളി കളിക്കും? കഞ്ഞിയും കറി വെച്ച് കളിക്കാം. ഞാൻ കഞ്ഞി വെക്കാം. ഞാൻ കറി വെക്കാം. ഓക്കേ.
ആ രണ്ടുപേരും പോണ്. കളിക്കാൻ പോണ്. ആഹാ കളിക്കാൻ പോണ. എന്ത് കളിക്കാൻ പോണ്? കഞ്ഞിയും കറിയും വെച്ച് കളിക്കാൻ. അയ്യേ കഞ്ഞിയും കറിയാ? എന്റെ കിച്ചപ്പ, അതൊക്കെ പെൺപിള്ളേരുടെ കളിയല്ലേടാ. ഞാൻ പിള്ളേര് കളിക്കോ? മോനൊക്കെ എന്തോരം കാറും തോക്കൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. മോനെ അത് വെച്ച് കളിച്ചാ പോരെ. ഈ പെണ്ണുങ്ങൾ കളിക്കുന്ന കാര്യം ഉണ്ടോ? നാണക്കേട്. മോനല്ലേ മുമ്പേ ആ കാറ് വെച്ച് കളിക്കും കേട്ടാ. എന്റെ പൊന്നു സന്തോഷേ, അവൻ ഇതൊക്കെ കളിപ്പിക്കേണ്ട കാര്യമുണ്ട്? അതൊക്കെ പെൺപിള്ളേരുടെ കളിയാണ്. ആൺപിള്ളേരെ കളിപ്പിക്കേണ്ട കളി അതൊന്നുമല്ല. പെൺപിള്ളേരാണ് ഈ ചട്ടിയും കലമൊക്കെ വെച്ചിട്ട് കളിക്കുന്നത്. ഇനി അവൻ അങ്ങനത്തെ കളിക്കൊന്നും കൂട്ടരട്ടാ. നിനക്കൂടെ നീ പോയി കളിച്ചോ. ചെല്ലി അവിടെ പോയിക്കോ. പെൺപിള്ളേരുടെ കളിയിലാണ് ചെക്കനെ കൂട്ടണത്. എടാ നന്ദുസേ, ആ അവൻ കഴിച്ച പാത്രമില്ലേ, അതുകൊണ്ട് അടുക്കള കൊണ്ടുവെക്ക്. ആ അല്ല, നീ എന്തിനാണ് ആ പാത്രം എടുക്കണ? നീ ആ പാത്രം അവിടെ വെച്ചേ. നീ എന്തിനാണ് ആ പാത്രം അവളെ കൊണ്ട് അവിടെ തിരിച്ചു വെപ്പിച്ചത്? ഞാൻ അടുക്കള കൊണ്ട് കൈ വെക്കാൻ പറഞ്ഞല്ലേ. ഇവള് കഴിച്ചതിന്റെ പാത്രം ഇവള് അടുക്കളെ കൊണ്ട് വെക്കുകയും ചെയ്ത് കഴുകിയും വെച്ച്. പിന്നെ ഇവള് അത് എടുത്തു വെക്കേണ്ട കാര്യമില്ലല്ല. ഇത് കഴിച്ചതാരാണ്? അവനല്ലേ. അപ്പൊ ഈ പാത്രം അടുക്കളെ കൊണ്ട് വെക്കേണ്ട ഉത്തരവാദിത്വം അവന് തന്നെ ഉള്ളതാണ്. നീ എന്തൊക്കെയാണ് ഈ പറയണത്? അവനൊരു ആൺകൊച്ചല്ലേ, അവനെ കൊണ്ടാണ് ഈ പാത്രം എടുത്ത് കൈ വെക്കാനും അടുക്കള കൊണ്ടുവെക്കാനും പറയണത്. ഇതൊക്കെ ചെയ്യേണ്ട പെൺപിള്ളേരാണ്. ഇപ്പോഴേ ചെയ്ത് പഠിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോയി ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. അല്ലെങ്കിൽ നിന്നെ പോലെ ഇരിക്കുള്ളൂ. പറഞ്ഞ മനുഷ്യന്റെ വായിൽ വെള്ളവും പറ്റും. ദേ അവനെ കൊണ്ട് എടുപ്പിക്കാനൊന്നും പറ്റുന്നില്ലട്ടാ. എന്താ അവൾ ആ പാത്രം കൊണ്ട് വെക്കണില്ല. ഇത് അവൻ കഴിച്ച പാത്രമാണെങ്കിൽ ഇത് അവൻ തന്നെ അടുക്കളയിൽ കൊണ്ട് വെക്കും. അവനും പഠിക്കട്ടെ വീട്ടിലെ കാര്യങ്ങള്. മോനെ, ഇത് അമ്മ മോന് ഭക്ഷണം തന്ന പാത്രമാണ്. ഈ പാത്രം ഭക്ഷണം കഴിച്ചതിന് ശേഷം മോനാണ് അടുക്കളയിൽ കൊണ്ട് വെക്കേണ്ടത്, മോന്റെ ചേച്ചിയാണ് കൊണ്ടുപോയി വെക്കേണ്ടത്. ഏതാണ് ശരി? ഞാൻ കഴിച്ച പാത്രം ഞാൻ തന്നെ കൊണ്ടുപോയി വെക്കും. അതാണ് ശരി. ആ എന്നാലേ മോൻ കഴിച്ച പാത്രം മോൻ തന്നെ കൊണ്ടുപോയി വെക്ക്. മിടുക്കൻ. ഞാൻ പറഞ്ഞതിലെ ശരി എന്താണെന്ന് ഈ കുഞ്ഞിന് വരെ മനസ്സിലായി. എന്നിട്ടും ഏട്ടായിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ എന്റെ രണ്ടു മക്കളെ വളർത്തണമെന്നുണ്ടെങ്കിലേ ഒരു വേർതിരിവില്ലാതെ വളർത്തോളൂ. അടുക്കളപ്പണി ആണുങ്ങൾക്ക് ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങൾ മാത്രമെല്ലാം ചെയ്യാവൂ, അങ്ങനെയൊന്നുമില്ല. ഞാനിവന അടുക്കളപ്പണിയും പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. സ്വന്തം വീട്ടിലെ ഒന്ന് അടിച്ചു വാരി എന്ന് പറഞ്ഞുണ്ടോ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അവനവനിട്ട തുണി അലക്കിയിട്ടെന്ന് പറഞ്ഞുണ്ടോ, ഒന്ന് അടുക്കളയ്ക്ക് ഒരു എന്തെങ്കിലും ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടും ആണുങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ടേ ഞാൻ എന്റെ മോനെ എല്ലാം പഠിപ്പിക്കും. ജോലിക്ക് വിട്ടാലും വീട്ടിലെ ജോലികളും എല്ലാം ഞാൻ അവനെ പഠിപ്പിച്ചിരിക്കും. എന്താണെന്നറിയോ, നാളെ എന്റെ പോലത്തെ ഒരവസ്ഥ ഒരു പെൺകൊച്ചിനും വരരുത്. അതുകൊണ്ട് തന്നെ മക്കൾ ചെന്നോ, പോയി കളിച്ചോ. അടുക്കള അത് പെണ്ണിന്റെ മാത്രം ഇടമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവർ നമുക്കിടയിലുണ്ട്. സ്വന്തം ദാഹമകറ്റാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാത്തവർ. ഇതൊരു ഗമയല്ല, മറിച്ച് ശീലിച്ചു പോയ തെറ്റായ ഒരു മനോഭാവമാണ്. നമ്മുടെ വീട് നമ്മുടേത് കൂടിയാകുമ്പോൾ അവിടുത്തെ ജോലികൾ മാത്രം ഒരാളുടെ ചുമതലയാകുന്നത് എങ്ങനെയാണ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.